നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഒരാളെ സ്നേഹിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്, അയാൾ നമ്മുടെ ജീവിതത്തിൽ വേണം എന്നൊക്കെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അയാൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വേണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ മാത്രം മതി. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ആരുടെയും കൂടെ ജീവിതം ഇല്ല എന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എടുക്കുക. അത് ഒരു മതത്തിനൊന്നും അപ്പുറം എടുത്തു കളയരുത് കേട്ടോ. നമ്മുടെ മതത്തിൽപ്പെട്ട ആൾക്കാരെ മാത്രമേ കഴിയുള്ളൂ. അതിപ്പോൾ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരോ ആയിക്കോട്ടെ, മതത്തിന് മീതി നമ്മൾ പ്രണയിച്ചു കഴിഞ്ഞാൽ പ്രണയം ഒരു നാൾ നമ്മളെ ഇല്ലാതാക്കും. കാരണം എന്താ അറിയോ, എപ്പോഴും നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ഓരോരുത്തരും ജനിക്കുന്ന അതേ മതം തന്നെയാണ്. അത് ഏത് മതമായിക്കോട്ടെ, ഏത് റിലീജിയൻ ആയിക്കോട്ടെ, ആ മതത്തിൽ തന്നെയുള്ള ആൾക്കാരെ പ്രണയിക്കാൻ നോക്കുക. കാരണം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് താണ്ടിയൊക്കെ പ്രണയിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രണയത്തിന് ഒരുപാട് കടമകൾ പിന്നെ കടക്കേണ്ടി വരും. നമ്മുടെ സെയിം റിലീജിയനിൽ തന്നെ ഉള്ള ആൾക്കാരെ തന്നെ, ഏത് മതക്കാരാണെങ്കിലും അവരെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ നോക്കുക പ്രണയിക്കുമ്പോൾ. ഇല്ല, നമുക്ക് പറയാനൊക്കെ പറ്റും ഒരുപാട് നമുക്ക് ന്യൂ ജനറേഷനാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ നോക്കത്തിരുന്നത്. പക്ഷേ ഇതെല്ലാം നല്ല ബേസിക്കായിട്ട് എല്ലാവരും നോക്കും. ഒരു കുഞ്ഞിനൊരു പേരിടണമെങ്കിൽ തന്നെ അവിടെ പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഒരുപാട് ചടങ്ങുകൾ പോലും രണ്ട് മതങ്ങൾ തമ്മിൽ വരുമ്പോൾ രണ്ട് രീതിയാണ്. അത് തന്നെ രണ്ട് പേർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ പാടായിരിക്കും. ഈ എന്തരൊക്കെ മുമ്പോട്ട് പോയെന്നുണ്ട്, എത്ര പൈസ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ നമുക്ക് ഹരാസ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകും. അപ്പം പ്രണയിക്കുമ്പോൾ പ്രണയത്തിന് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതാവണമെങ്കിൽ നമ്മുടെ സ്വന്തം റിലീജിയനിൽ തന്നെ ഉള്ള ആൾക്കാരെ പ്രണയിക്കാൻ നോക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലത്.